കഴിഞ്ഞുപോയ വാർത്താപകലിന്റെ തുടക്കത്തിലാണ് വയനാട്ടിലെ നരഭോജി കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മറ്റൊരു കടുവയുടെ ആക്രമണം മൂലമാണ് ഈ കടുവ ചത്തത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. ചത്തുകിടക്കുമ്പോൾ കടുവയുടെ ജഡത്തിൽ 4 മുറിവുകൾ, കഴുത്തിൽ മാരകമായ മുറിവുകൾ കണ്ടെത്തിയിരുന്നു. ഈ 4 മുറിവുകളാണ് മരണ കാരണമെന്ന് പറയുന്നത്. ഈ കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയ കടുവ പെൺകടുവയാണ്. 7-8 വയസ്സ് പ്രായം വരുമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ തെളിഞ്ഞത്. ഈ കടുവ കർണാടക ഡാറ്റാബേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കടുവയാണോ എന്ന സ്ഥിരീകരിക്കാത്ത ഒരു വിവരമുണ്ട്. ഒരു അതിർത്തി വിട്ട് മറ്റൊരു അതിർത്തിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കടുവകൾ തമ്മിലുള്ള പരസ്പരമുണ്ടായ ആക്രമണത്തിലാണ് മറ്റൊരു കടുവയുടെ ആക്രമണം ഈ കടുവയ്ക്ക് ഏൽക്കാനിടയായതും അത്തരത്തിൽ അതൊരു മരണത്തിലേക്ക് വഴിവെച്ചു എന്നതാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രകാരം ലഭിക്കുന്ന വിവരങ്ങൾ എത്തിയിട്ടുള്ള പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയ ഒരു ഉന്നതതല യോഗം അവിടെ നടന്നിരുന്നു ഇന്ന് വയനാട്ടിൽ. ഈ ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കടുവ ചത്തു എന്ന് കരുതി, ആളക്കൊല്ലി കടുവ ചത്തു എന്ന് കരുതി അവിടുത്തെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുന്നില്ല. ശാശ്വതമായ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. കേന്ദ്ര വന നിയമം ഇതിനൊരു വിഘാതമായി വരുന്നുണ്ട്. അതിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൂടിയാലോചനകൾക്ക് ശേഷം അത് ചെയ്യുമെന്ന ഉറപ്പും മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ ശരീരാവശിഷ്ടങ്ങളും അവർ ധരിച്ച ഡ്രസ്സടക്കം, വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അവരുടെ കമ്മലടക്കം ഈ കടുവയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം 11 മണിക്കൂറാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നീണ്ടത്. ഈ 11 മണിക്കൂറിൽ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെയാണ് ഇത്. ജനകീയ ആക്ഷൻ പ്ലാൻ അത് തയ്യാറാക്കി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് ഉറപ്പ് നൽകിയത്. നമുക്ക് PV ജോഷിലയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോഷിലയിലേക്ക്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് കടുവയെ പിലാക്കാവിൽ സ്പോട്ട് ചെയ്തത്. അതിനുശേഷം ദൗത്യസേന 2:30 കടുവയുടെ സമീപത്തെത്തുകയായിരുന്നു. കടുവയുടെ സമീപത്തെത്തിയപ്പോൾ കടുവയ്ക്ക് ജീവനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പിന്നീട് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി കടുവയുടെ അടുത്തെത്തുമ്പോഴേക്കും കടുവ ചത്തിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4 മണിക്കാണ് കടുവ ചത്തത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എന്തായാലും അതിനുശേഷം ബേസ് ക്യാമ്പിലേക്ക് കടുവയെ മാറ്റുകയും അവിടെ നിന്ന് പ്രാഥമിക പരിശോധന നടത്തി അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സർജന്മാർ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. കടുവയുടെ ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു. കഴുത്തിൽ വലിയ മുറിപ്പാടുണ്ടായിരുന്നതായി വെറ്റിനറി സർജൻ അരുൺ സക്കറിയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിസൾട്ട് വന്നത് കടുവയുടെ കഴുത്തിലേറ്റ വലിയ മുറിപ്പാട് തന്നെയാണ് മരണകാരണം എന്നുള്ളതാണ്. മാത്രമല്ല മരിച്ച രാധയുടെ അവശിഷ്ടങ്ങൾ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ രാധയെ കൊന്ന കടുവയാണ് എന്നുള്ള കാര്യം തീർച്ചയാക്കുകയായിരുന്നു. രാധയുടെ ആഭരണങ്ങളടക്കം കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. എന്തായാലും ഇതിനുശേഷം വനം മന്ത്രി വിളിച്ചു ചേർത്ത റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും കളക്ടർ അടക്കമുള്ള ആളുകളുടെയും സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ കടുവ ചത്തതുകൊണ്ട് വയനാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. കാരണം വന്യജീവി ആക്രമണം നിരന്തരം സംഭവിക്കുന്ന വയനാട്ടിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതുണ്ട്. ഇതിനായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതിനുള്ള രൂപരേഖ ഇന്ന് തന്നെ കളക്ടർ തയ്യാറാക്കി വനംവകുപ്പിന് കൈമാറും. അതേസമയം തന്നെ ആഴ്ചയിൽ 3 ദിവസം ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഉൾക്കാടിലടക്കം പരിശോധന നടത്താൻ, ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിശോധന നടത്താനും കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ജനങ്ങളെ ആക്രമിക്കുന്ന ഏതെങ്കിലും വന്യജീവികൾ ഉണ്ടോ എന്നുള്ള കാര്യവും പരിശോധന നടത്താനും ഡ്രോൺ പരിശോധന അടക്കം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ 3 ഡിവിഷനുകളായി നിൽക്കുന്ന 6 റേഞ്ചുകൾ തിരിച്ച് ആ 6 റേഞ്ചുകളിലും ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ 3 ദിവസം ഒരു ജനകീയ പരിശോധന നടത്തുകയാണ്.
അടിക്കാട് വൃത്തിയാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് ജനങ്ങളെ അടക്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വൃത്തിയാക്കാനാണ് തീരുമാനം. അതുപോലെ തന്നെ ആക്ഷൻ പ്ലാനിൽ ഒരുപാട് പദ്ധതികൾ, അതായത് വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വനാതിർത്തിയിൽ നടപ്പിലാക്കുമ്പോൾ വനത്തിനുള്ളിൽ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറെയുണ്ട്. ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വന്യജീവികൾ താഴത്തേക്ക് ഇറങ്ങി വരാൻ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാൻ കാരണമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഒരു പാരിസ്ഥിതിക പ്രശ്നം ഒഴിവാക്കാൻ തന്നെ അതിന് പ്രകൃതിദത്തമായ ഒരു വനം വികസിപ്പിച്ചെടുക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്ന പല സസ്യങ്ങളും ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇതിനായി തന്നെ പ്രത്യേക പദ്ധതികൾ രൂപീകരിക്കും എന്നുള്ള കാര്യവും മന്ത്രി ഇന്ന് വിശദീകരിക്കുകയുണ്ടായി. ശരി, ജോഷിലാണ് ഇന്ന് വയനാട്ടിൽ നടന്ന സമഗ്രമായ വിവരങ്ങളുടെ ഒരു ചിത്രം നമ്മളുമായി പങ്കുവച്ചത്.